ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതായ നല്ല ഒരു ദിവസം നേർന്നുകൊള്ളുന്നു. വെൽക്കം ടു ഓൾ. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വീഡിയോ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എസ്രായുടെ പുസ്തകത്തിൽ നിന്നാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ മിക്കവാറും പേരും കേട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് എസ്ര. പുസ്തകം ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അധികം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മെയിൻ അതിനകത്ത് തീമെന്ന് പറയുന്നത് ജെറുസലേം ടെമ്പിളിൻ്റെ റീബിൽഡിങ്ങിനെ കുറിച്ചാണ്. ഒന്നാമത്തെ അധ്യായത്തിലെ മെയിൻ പോയിൻറ്റ്സ്, സൈറസ് എന്ന് പറയുന്ന പേർഷ്യൻ കിങ് ഒരു ഡിക്രി, ഒരു വിളംബരം പ്രസിദ്ധീകരിക്കുന്നതായിട്ടും അവിടെയുള്ള ആ അടിമത്തത്തിൽ എക്സൈലിലുണ്ടായിരുന്ന, പ്രവാസത്തിലുണ്ടായിരുന്ന ആ യഹൂദന്മാർക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ അതിൻ്റെ കൂടെ അവർക്കൊരു ഫ്രീ വിൽ ഓഫറിങ്ങും കൊടുത്തു വിടുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ ആലയം ജെറുസലേമിൽ അത് പുതുക്കി പണിയുവാനായിട്ടുള്ള ഓഫറിങ്സാണ് രാജാവ്, ചക്രവർത്തി അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൽ ഒരു സെൻട്രൽ തീമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബുക്ക് ഓഫ് എസ്രായിൽ അത് റീബിൽഡിങ് ഓഫ് ദി ടെമ്പിൾ എന്നുള്ളതാണ്. ആ ഡിഗ്രിയോടുകൂടി ഈ ഹിസ്റ്ററി തുടങ്ങുകയാണ്. അതായത് സൈറസ് എന്ന് പറയുന്ന പെർഷ്യൻ കിങ്, അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷന് അവർ തിരിച്ച് ജെറുസലേമിലേക്ക് അടിമകളാക്കി കൊണ്ടുവന്ന് യഹൂദന്മാർ തിരികെ പോയിട്ട് അവർ ആ ജെറുസലേം റീ ഓക്കുപ്പൈ ചെയ്ത് അവരുടെ ദേവാലയം പുതുക്കി പണിത് ദൈവത്തെ ആരാധിച്ച് അവരവിടെ സെറ്റിലാകണമെന്നുള്ള ആ ഒരു ഇതാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ എസ്ര 1ഉം 2ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സൈറസ് കിങ്ങിന് ദൈവം ഈ അന്ന് ഉണ്ടായിരുന്ന ലോകത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും കിങ്ഡംസും അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്നു. അതുപോലെ തന്നെ അതിനെല്ലാം ചാർജ് അദ്ദേഹത്തിന് തന്നെയാണ്. അതോടൊപ്പം ദൈവം ജെറുസലേം ദേവാലയം പുതുക്കി പണിയുവാനായിട്ടുള്ള ആ ഒരു ചാർജും കൂടെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ പറയാം നമുക്ക്, ഗോഡ് ഗേവ് ഹിം സൈറസ് ഹിസ് റൂൾ ഓവർ പെർഷ്യ. God stirred him up to make this proclamation. God charged him to build the temple to the Lord in Jerusalem. ഇങ്ങനെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ദേവാലയം പണിയാനായിട്ട് ഉള്ള ആ ഒരു ഒരുക്കത്തിലൊക്കെയും എസ്രായും അവരോടൊപ്പം വന്നവരും ഒക്കെ നേരിടുന്നതായ പ്രതിസന്ധികളൊക്കെയും നമുക്ക് ആ പുസ്തകത്തിൽ വായിക്കാൻ പറ്റും. നോക്കുമ്പോൾ ആ ശമരിത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അതായത് അവിടെ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ പ്രവാസത്തിലേക്ക് കടന്നു പോകാതിരുന്നൊരു തലമുറയും അവിടെ ഉണ്ട്. അപ്പോൾ അവർ എസ്ര 4 അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ സമരിത്യൻസിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് പ്യുവർ ജൂഡായിസം തിരിച്ച് വരുമെന്നും, അതുപോലെ ഈ ടെമ്പിൾ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞെന്നാൽ ആ എക്സിസ്റ്റൻസിനൊരു ത്രെട്ട് ആകുമെന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ കൂടുന്നതുകൊണ്ട് അവർ റീബിൽഡിങ് ടെമ്പിൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അതിനുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ ഡിസ്കറേജ്മെൻറ്റ്, അതുപോലെ തന്നെ അവർ എങ്ങനെ അതിൽ പ്രവർത്തിച്ചെന്ന് ചോദിച്ചെന്നാൽ ത്രൂ ഡിസ്കറേജ്മെൻറ്റ്, നിരുത്സാഹപ്പെടുത്തൽ, ഭയപ്പെടുത്തൽ, അതുപോലെ ബ്രൈബിങ്, അങ്ങനെയുള്ള രീതികളിൽ കൂടിയൊക്കെയും അവിടുത്തെ ലോക്കലായിട്ട് ആ ലാൻഡിലുണ്ടായിരുന്ന ആൾക്കാർ ജൂഡായിലാണ് ഈ ടെമ്പിൾ പണിയുന്നത്, അതിനെ പേടിപ്പിച്ചൊക്കെയും ആ പ്രവർത്തനത്തിൽ നിന്നും അവർ മാറ്റുവാൻ വേണ്ടി ചില ആൾക്കാരെ, ചില കൗൺസിലേഴ്സിനെ നിയമിക്കുന്നതായിട്ട് അതിനെ ഉത്തരവാദിത്തപ്പെടുത്തി ഈ വർക്ക് ചെയ്യുന്ന അതെങ്ങനെയെങ്കിലും അത് നിർത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി അവർ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 4ാമത്തെ ചാപ്റ്ററിൽ പലതും ഈ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതായത് ഒരു ബ്രോഡ് ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് വന്നിട്ട് ജ്യൂസ്
റീബിൽഡിങ്ങിൽ ഫേസ് ചെയ്യുന്നതായ കാര്യങ്ങൾ. അതായത് 3 പെർഷ്യൻ രാജാക്കന്മാരുടെ കാലത്ത് ആണത് സംഭവിക്കുന്നത്. സൈറസ് തുടങ്ങി 3 പെർഷ്യൻ കിങ്സിൻ്റെ അണ്ടറിൽ ഈ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ടെമ്പിൾ റീബിൽഡ് ചെയ്യുമ്പോൾ സാറ്റാൻ്റെ ഓരോ ടാക്ടിക്സ് അതാണ് അവരിൽ കൂടെ ഒപ്പോസ് ചെയ്യുന്നവരിൽ കൂടി പ്രവർത്തിക്കുവാനായിട്ട് നോക്കുന്നത്. അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെന്നാൽ, ഇന്നിപ്പോൾ നമ്മൾ ക്രിസ്തുവിനായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ കർത്താവിനായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഇറങ്ങുന്നവർക്ക് എതിരായിട്ട് സാത്താന് ഓരോ ടാക്ടിക്സ് കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് അന്ന് ഈ ജൂതന്മാർക്കും അനുഭവിക്കേണ്ടതായി വന്നത്. അതായത് അവർ ലേബർ ചെയ്യാനും അവർ ഏറ്റവും ഉത്സാഹത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടാണ് അവർ ബാബിലോണിൽ നിന്നും തിരികെ ജെറുസലേമിലേക്ക് വരുന്നത്. എന്നാൽ അവർക്ക് അത് നമുക്ക് നോക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് അവർ വന്ന പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ചാപ്റ്റർ 4 നിന്നും എസ്രാ ചാപ്റ്റർ 4 മുതൽ നെഹമ്യ ബുക്ക് എൻഡിങ് വരേക്കും നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ടാണ് ഇത് കാണുന്നത്. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ കോൺഫ്ലിക്ട്സ്, അവരതിൽ എക്സ്റ്റേണലായിട്ട് ഇൻറ്റേർണലായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും അവർക്ക് അവരുടെ ടെമ്പിൾ പണിയുന്നതിനെതിരായിട്ട്, അതുപോലെ അവരുടെ ഐഡിയ ഉണ്ടായിരുന്ന ടെമ്പിൾ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ജെറുസലേം വാളും റീബിൽഡ് ചെയ്യണമെന്നായിരുന്നു അവരുടെ പ്ലാന്. എന്നാൽ അതിനൊക്കെ എതിരായിട്ട് ആൾക്കാർ പ്രവർത്തിച്ചതായിട്ടും കാണാൻ പറ്റും. നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സാത്താൻ ഇതിനെതിരായിട്ട് നിന്ന് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് അനുഭവത്തിലും അത് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ഒരു പ്രവർത്തനത്തിൽ സാത്താൻ കോമണായിട്ട് ചെയ്യുന്ന 7 ടാക്ടിക്സിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കാം. അതായത് ഒന്നാമതായിട്ട് അവൻ ചെയ്യുന്നത് ഡിസെപ്ഷൻ അഥവാ വഞ്ചന എന്നുള്ള പരിപാടിയാണ്. പിന്നെ രണ്ടാമതായിട്ട് നിരുത്സാഹപ്പെടുത്തൽ, ഡിസ്കറേജ്മെൻറ്റ്. അയ്യോ ഇതെന്തിനാ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ അതിന് ഉത്സാഹമില്ലാത്തവരാക്കി മാറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൊണ്ടും അതുപോലെ തന്നെ ഔട്ട് സൈഡിലുള്ളവരെ കൊണ്ടും പറഞ്ഞ് നമ്മളെ നിരുത്സാഹത്തിൽ ആക്കുക എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തേതാണ് ആരോപണം, അക്യൂസേഷൻ. ആരോപണങ്ങളുടെ മണ്ടയിൽ മടുത്തു പോയിട്ട് ആൾക്കാർ ഈ വേല വേണ്ടേ വേണ്ട, നമുക്ക് കർത്താവും വേണ്ട, കർത്താവിൻ്റെ പണിയും വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടുന്ന പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അതുപോലെ നാലാമത്തതാണ് ഗൂഢാലോചന, കോൺസ്പിറൻസി. ഗൂഢാലോചന അത് നമുക്കെതിരായിട്ട് എപ്പോഴും ചെയ്യുവാനായിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരിക്കും. നമ്മളറിയാത്ത കാര്യങ്ങളെ പോലും പറഞ്ഞു വരുത്താനൊക്കെ നല്ല താല്പര്യവും അതിനുള്ള ഉത്സാഹവും സാത്താൻ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ്. അവർ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കില്ല അവർ, പക്ഷേ എങ്കിലും സാത്താൻ്റെ ശക്തിയാൽ അതൊക്കെയും ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ടാലൻ്റൊക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് നോക്കുമ്പോൾ കളവ് പറയുക, അതായത് ലൈസ്. പിന്നെ ആറാമതായിട്ട് നോക്കിയാൽ ഈ വേൾഡ്ലി ലീഡേഴ്സിനെ കൊണ്ട് ഭയപ്പെടുത്തിയും അവരുടെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള പവറും അവരുടെ അധികാരവും അതൊക്കെ അതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഏഴാമതായിട്ട് പറയുമ്പോൾ അടിച്ചമർത്തൽ, അതായത് ഒരു ഓപ്പറേഷൻ, അതായത് പെർസിക്യൂഷൻ. ആദിമസഭ നമ്മൾ കണ്ടാണല്ലോ എത്രമാത്രം പീഡിപ്പിക്കലിന് അടിമപ്പെട്ടാണ് നമ്മുടെ ക്രിസ്തീയ സഭ വളർന്നതെന്നും അതുപോലെ തന്നെയാണ് ഈ ഓപ്പറേഷൻ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ ദേശത്ത് പോലും നടക്കുന്നതായ കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ഈ പീഡിപ്പിക്കലും അതുപോലെ തന്നെ ഭയപ്പെടുത്തലും നിരുത്സാഹപ്പെടുത്തലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കർത്താവിൻ്റെ വചനം ഇതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കും കർത്താവിൻ്റെ വചനം പ്രകാരം ജീവിക്കണമെന്നും മറ്റുള്ളവരെ അത് അറിയിക്കണമെന്നും വിചാരിക്കുന്ന പലർക്കും അത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നുവെന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അതിനെയൊക്കെയും അത് മറികടന്ന് അത് ചെയ്യുവാനായിട്ട് മുമ്പോട്ട് വരുന്ന പലരും പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിന് വലിയ ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് റീസയിൽ നടന്നതായ ആ സംഭവം. 25 വർഷം മുമ്പാണല്ലോ. അങ്ങനെ മിഷണറി 2 മക്കളെയും തീയിൽ ചുട്ടുകൊന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഞാൻ ആ കാര്യങ്ങളൊന്നും വിവരിക്കുന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്,
ഇപ്പോൾ നമ്മൾ ഈ പീഡനവും വരെയും നമ്മളെ മേലെ കൊണ്ടുവരുവാനായിട്ട് സാത്താന് അത് ശ്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ നമ്മൾക്ക് കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ ഈ വേല മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നോക്കുമ്പോൾ ഇതിലൊക്കെയും പിടിച്ചു നിന്ന് വിജയത്തെ കൈവരിച്ച വ്യക്തിത്വമാണല്ലോ പൗലോസ് അപ്പോസ്തലൻ. അപ്പോസ്തലൻ്റെ വാക്കുകളിൽ ധൈര്യം കൊണ്ടുകൊണ്ട് നമ്മൾ കർത്താവിനായി അവൻ്റെ മഹിമയ്ക്കായി അവൻ്റെ മഹത്വത്തിനായും പ്രവർത്തിക്കാനായിട്ട് നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങളെ തന്നെ ത്യജിച്ച് എൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവൻ മാത്രമാണ് അതിന് യോഗ്യനെന്ന്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം അതിനായി ഒരുങ്ങണം, എത്രമാത്രം അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കണം എന്നുള്ളതും നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ അത്. എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ, നമുക്ക് എല്ലാ ഉത്സാഹം തരട്ടെ, അത് പ്രവർത്തിക്കാനുള്ള കഴിവ് തരട്ടെ, പ്രാപ്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദൈവനാമ മഹത്വത്തിനായി ഈ വീഡിയോ സമർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവരെയും, എൻ്റെ എല്ലാ കൂട്ടുകാരെയും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയും നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ പറയുന്നു. വിഷ് യു ഓൾ എ വെരി നൈസ് ആൻഡ് പീസ്ഫുൾ ആൻഡ് ഹാപ്പി ഡേ.